വചനം വചനം ദൈവത്തിൻ വചനം നന്മകൾ ചെയ്യാനറിയൂ വചനം വചനമറിഞ്ഞാൽ ആത്മാവുണരും ഹൃത്തിൽ വചനം വചനം ദൈവത്തിൻ വചനം 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 ദൈവത്തിൻ വചനം. പണിഞ്ഞു 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 ഞാനൊരു പണിക്കന. ഇവിടെ ആരും ഇല്ലേ? ആ ബൈക്ക് ഇവിടെ ഇരിപ്പുണ്ട്. സാറിവിടെ ഉണ്ടാവും. ആ കോളിമല്ലെന്നറിയടാ. ആ ചേട്ടൻ ഇവിടെ ഉണ്ടായിരുന്ന? പിന്നല്ലാതെ ഞാൻ വീടും സ്ഥലം വിറ്റ് പോയെന്ന് വിചാരിച്ചോ? അല്ല, എനിക്ക് മനസ്സിലാവേണ്ട ചോദിക്കുക, നീ എന്താ എന്നെ പറ്റി വിചാരിച്ചേണേ? എന്തോ ചേട്ടാ? എടാ, നിനക്ക് വല്ല ഉത്തരവാദിത്വം പോകുന്നുണ്ടോ? ഇപ്പൊ സമയത്തിലേ ഈ സമയത്താ പണിക്ക് പറഞ്ഞേ? അതാണ് കാര്യം. എന്റെ ചേട്ടൻ ഈ ലോകത്തൊന്നല്ലേ ജീവിക്കണത്. ഈ ചന്നം പിന്നം പെയ്യണ മഴ ചേട്ടന് കാണാൻ പാടില്ലേ? ഞാൻ മാത്രമാണോ? ഈ നാട്ടിലെന്നല്ല, മഴയുള്ള ഒരു സ്ഥലത്തും ഒരു ജോലിക്കാരനും കൃത്യസമയത്ത് പണിക്കെത്താൻ പറ്റില്ല. ഇന്ന് അവധി എടുത്താലോ എന്ന് പോലും ഞാൻ ആലോചിച്ചതാ. പിന്നെ ചേട്ടൻ ഒരാളായതുകൊണ്ട് മാത്രമാണ് ഞാനിന്ന് ജോലിക്ക് വന്നത്. എന്നോടാണ് ചേട്ടൻ. മതി മതി, നീ അതും പറഞ്ഞ സമയം കളയണ്ട, പണി തുടങ്ങാൻ നോക്ക്. അല്ലേടാ, ഈ വാർക്ക പണിക്കാർ ഈ സാധനം കൊണ്ടുവന്നിട്ട് കൊണ്ടുപോയില്ലോ. നിനക്കിപ്പോ അതറിയാനേ തിരക്ക്. ഞാൻ ചോദിച്ചതേ, ഇന്നിപ്പോ സമയം ഇത്രയായ സ്ഥിതിക്ക് ഇന്നിന് നിക്കണോ? എന്റെ ജോബേ, ഇത്രയും സമയം പോയത് ഞാനങ്ങ് ക്ഷമിച്ചു. നീ ഇവരെ വിളിച്ചുകൊണ്ടേ ആ പണിയാ തുടങ്ങിയേ. പുറത്ത് നിന്ന് നോക്കിയാ നല്ല സ്റ്റൈലും വീടാ. രണ്ടും മഴയാണ് പെയ്താണ്ടല്ലോ, അകത്ത് മുഴുവൻ ചോർന്നൊലിക്കുക. എന്നാൽ എനിക്ക് മനസ്സിലാവാത്തത്, ഈ വീട് ഇത്ര പെട്ടെന്ന് ഈ കോലത്തിലായതെങ്ങനെ? അത് ഞാൻ തന്നെ പറയണോ? എടാ, നീ അത് പറയരുത്. നീയൊക്കെ കൂടെയല്ലടാ ഇത് പണിത് വെച്ചത്. ചേട്ടനത് പറയരുത്. ഈ വീട് പണിത ഒരുപാട് പണിക്കാരിൽ ഒരാൾ മാത്രമാണ് ഞാൻ. അതുകൊണ്ട് നീയൊക്കെ കൂടി എന്ന് പറഞ്ഞ് എന്നെയും കൂടി അതിനകത്ത് ഉൾപ്പെടുത്തരുത്. എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ കരാറ് കൊടുത്ത കരാറുകാരനോട് പറയണം, അല്ലാതെ എന്നോട് ഇങ്ങനെ പറയേണ്ടെന്ന കാര്യം. ശരി ശരി ശരി, ഞാൻ പറഞ്ഞെങ്കിൽ തിരിച്ചെടുത്തു. നിന്നെ പറഞ്ഞാലും ആരെ പറഞ്ഞാലും എന്റെ വീട് എന്തായാലും ഈ രൂപത്തിലായി. വർഷക്കാലത്ത് ഇതിനകത്ത് കിടക്കാവുന്ന രീതിയിൽ നീ ഇതൊന്ന് ശരിയാക്കി തരണം. മഴ ഇതേപ്പോ തുറന്നല്ലോ, നീ എത്രയും പെട്ടെന്ന് പണി തുടങ്ങാൻ നോക്ക്. അല്ല, ചേട്ടന് ഞങ്ങളോട് എത്ര നിർത്തി പിടിച്ച്? എടാ, നാളെ ഭാര്യയുടെ ചേട്ടത്തിയുടെ മോളുടെ കല്യാണ. ഭാര്യ മക്കളൊക്കെ അങ്ങോട്ട് പോയിരിക്കുക. ഞാൻ നിങ്ങൾ വരാൻ വേണ്ടി കാത്തു നിന്നതാ. നിങ്ങളുടെ പണി തീരാവുന്ന നേരമാകുമ്പോഴേക്കും ഞാൻ അങ്ങോട്ട് വന്നേക്കാം. ഞങ്ങളുടെ പണി തീരാനാ? ഇതിപ്പോ എങ്ങും തീരില്ല. അല്ലേടാ, നല്ല പണിയുണ്ട് ഇതിനകത്ത്, അല്ലേടാ? ഞാൻ ഇന്നത്തെ പണിയുടെ കാര്യമാടാ പറഞ്ഞത്. അങ്ങനെ ചേട്ടാ നേരിട്ട് പോയിട്ടുവാ, എല്ലാം ഈ ജോബ് നോക്കിക്കോളാം. അകത്തെ ഹാളിലെ വലത്തെ മൂലയിലെ കുഴപ്പം എനിക്കറിയാലോ. ഇന്നലെ നമ്മൾ നോക്കിയതല്ലേ. ഈ നോക്കല് മാത്രമേ ഉള്ളൂ, പണിയൊന്നും നടക്കുന്നില്ലല്ലോ. എല്ലാ ദിവസവും വരുന്നു, വൈകിട്ട് കൂലി പോലെ ഇങ്ങോട്ട് വന്നേ. വാ പറയട്ടെ. എന്തേ? ഈ വീട് ഇത്ര പെട്ടെന്ന് മോശമാകാൻ എന്താ കാരണമെന്ന് എനിക്ക് ഇപ്പൊ മനസ്സിലായി. എന്താ? എന്റെ ചേട്ടാ, നമ്മൾ ഒരു ജോലിക്കാരോടും വേഗമാകട്ടെ പെട്ടെന്നാകട്ടെ എന്ന് പറഞ്ഞ് നിർബന്ധിക്കരുത്. ധൃതി പിടിച്ചാൽ ജോലിയിലുള്ള ശ്രദ്ധ മാറും. ശരീരം എത്തുന്നിടത്ത് മനസ്സെത്തില്ല, മനസ്സെത്തുന്നിടത്ത് ശരീരം എത്തില്ല. ഫലം എന്താ? ചെയ്യുന്ന പണി മൊത്തം അവതാളത്തിലായി പോകും. എന്തെങ്കിലും ആവട്ടെ, ഞാൻ എളുപ്പം പോയിട്ട് വരാം. ഇപ്പൊ പുള്ളിക്ക് കാര്യം മനസ്സിലായി. എടാ ജോബേ, നിന്നെ ഞാൻ സമ്മതിച്ചിരിക്കുന്നു. പുള്ളി പോയപ്പോ കണ്ട. പിന്നല്ലാണ്ട് ഈ ജോബിന്റെ അടുത്താ കളി. അല്ല, അപ്പൊ നമുക്ക് ഇന്ന് അകത്താണോ പുറത്താണോ പണി? എടാ, ഇന്നെങ്കിലും അകത്തെ പണി തീർത്തില്ലെങ്കിൽ ആ പുള്ളി നമ്മളെ പുറത്താക്കും. പുറത്ത് എങ്ങനെ പണിയാനടാ? മഴ പെയ്താ കുഴപ്പാവും. എങ്കിൽ പിന്നെ അകത്തെ തട്ടിന്റെ മൂലയും ഭിത്തിയും ശരിയാക്കാം. ആയിക്കോട്ടെ, ഇന്ന് അത് ചെയ്തേക്കാം. പുള്ളി പോണെങ്കി പോട്ടെ, എന്നിട്ട് തുടങ്ങാം. ജോബേ, ഞാൻ പോവാ. ആയിക്കോട്ടെ. വീട് പൂട്ടിയിട്ടില്ല, ഒന്ന് ശ്രദ്ധിച്ചേക്കണം. ചേട്ടൻ ധൈര്യമായിട്ട് പോയിക്കോ, ജോബ് നോക്കിക്കോളാം. ചെല്ലേ, നല്ല ഹൗസ് ഓണർ അല്ലേ? അയ്യോ, ദേ ആ മധുരി ഇവിടെ വന്നാ. മാറിക്കോ മാറിക്കോ, കണ്ടാ പണിയാ. പോര്.
ആ ആ എന്താ ഇവിടെ? ഞാൻ ഈ ജോബിന് അന്വേഷിച്ചു വന്ന കവലയിൽ അന്വേഷിച്ചപ്പോ ഇവിടെയാണ് പണിയെന്ന് പറഞ്ഞു. ആ കഴിഞ്ഞ 2 ആഴ്ച മുമ്പേ എന്റെ വീടിന്റെ പണി ഇട്ടേച്ചും പോന്നാണ്. അത് ശരി. ഞാൻ ചെന്നില്ലെങ്കിൽ പോകും. നീ ഇങ്ങനെ വന്നേ. ഹലോ. എടാ ജോബേ, ഇന്ന് നീ വന്നില്ലെങ്കിൽ എന്റെ കാര്യം കുഴപ്പത്തിലാവും. എടാ ഷാജി, ഏ അത് ഭയങ്കര കുഴപ്പത്തിലാവൂടാ. പണിക്കാരോടെ പെട്ടെന്നാവട്ടെ എന്ന് നിർബന്ധിക്കാൻ പാടില്ല. അതാണ് അവരുടെ ജോലിയുടെ ശ്രദ്ധ തിരിഞ്ഞു പോവും. എടാ ജോബെ, നീ ഒന്ന് പറഞ്ഞു മനസ്സിലാക്കി. ചേട്ടൻ ധൈര്യമായിട്ട് പോയിക്കോ, ഞാൻ പറഞ്ഞ് മനസ്സിലാക്കിക്കോളാം. ഓക്കെ ഡബിളോക്കെ. അപ്പൊ ചേട്ടൻ എന്താ പറഞ്ഞെന്ന്? എടാ ജോബേ, എന്റെ വീടിന്റെ പണി. ചേട്ടൻ പേടിക്കാതെ, ഞാനില്ല ഇവിടെ. നീ ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് കാര്യമാണ്. എന്റെ ചേട്ടൻ നാളെ ഞാനത് ശരിയാക്കി തന്നിരിക്കും. അപ്പൊ ഇവിടത്തെ പണിയാ? ചേട്ടൻ ഇവിടത്തെ പണിയുടെ കാര്യം അറിയാൻ വേണ്ടി വന്നാണ്? അതല്ല. പിന്നെ നീ എന്റെ വീടിന്റെ പണിയൊന്ന് തീർത്തു തന്നാ മതി. എന്റെ അമ്മയും ഭാര്യ ഇതും പറഞ്ഞ് എന്നെ നിലത്തീർത്തുന്നില്ല. അവരെയൊക്കെ ചേട്ടൻ പറഞ്ഞ് മനസ്സിലാക്കണം. അപ്പൊ നീ നാളെയും വരില്ലേ? അത് ഞാൻ വരും. ഇവിടത്തെ പണി തീർന്നാലും ശരി, തീർന്നില്ലെങ്കിലും ശരി. ബാക്കിയുള്ള ഇവിടെ കിടന്ന് പണിയെടുക്കാനും അവൻ ഉറങ്ങാനും. എടാ ഉറക്കം മതിയാക്കി പോയി പണിയെടുക്കടാ. എടാ ജോബേ, ജോബേ മതിടാ, എനിക്കടാ. ആ വന്നാ. എടാ നീ ഇതെന്തോ ഉറക്കം ഉറങ്ങണത്? സമയം ഇപ്പൊ എത്രയെന്ന് വെച്ചാ? ദേ നാളത്തെ കഴിഞ്ഞാ പുറകുവശത്തെ പണി തീർത്തു കൊടുക്കണമെന്നാ ആ സൂപ്പർവൈസർ പറഞ്ഞിട്ട് പോയത്. അയാള് വരട്ടാ. നീ ഏതാ എന്റെ കൂടെ ആദ്യമായിട്ടാണ് പഠിക്കുന്നത്? നമ്മളെത്ര സൂപ്പർവൈസർമാരെ കണ്ടേക്കണം. പണിയല്ലേ, അതൊക്കെ തീരുമ്പോ അങ്ങോട്ട് തീരും. ഇവിടെ നമ്മള് 3-4 പ്രാവശ്യമായി ഉടനെ തീർക്കാന്ന് പറയണത്. നമ്മൾ ആദ്യമായിട്ടല്ലല്ലോ ഇത്. ഇപ്പൊ തീർക്കാം, നാളെ തീർക്കാം, മറ്റന്നാള് തീർക്കാം, നാളെ വരാം, മറ്റന്നാള് വരാം. എനിക്ക് തോന്നുന്നത് ഞാൻ പണിക്ക് പോയി പണി ചെയ്തേക്കാൾ കൂടുതൽ ഇതുപോലെയുള്ള ഒഴിവുകളികൾ പറഞ്ഞും ഉറങ്ങിയാണ് സമയങ്ങൾ എത്തേക്കണെന്നാ. ഇങ്ങനെ ഒരു ഉപദ്രവം ഇല്ലാതെ ഞാൻ എങ്ങനെയെങ്കിലും സുഖമായിട്ട് ജീവിച്ചു പോക്കോട്ടെ. കള്ളം പറയുന്ന നാവ് നേടിത്തരുന്ന സമ്പത്ത്, പെട്ടെന്ന് തിരോഭവിക്കുന്ന നീരാവിയും മരണത്തിന്റെ കെണിയുമാണ്. സുഭാഷിതങ്ങൾ 21-ാം അധ്യായം 6-ാം വാക്യം. ഹലോ. ആ ഉണ്ടല്ലോ, ഞാൻ കൊടുക്കാം. ജോബേ നിനക്കാ. വേണ്ട വേണ്ട, അതേതെങ്കിലും പണി തീർക്കാനുള്ള കുരിശായിരിക്കും. നീ ഞാനിവിടെ ഇല്ലെന്ന് പറ. ഹലോ, ആളിവിടെ ഇല്ല. ദേ കൊടുക്കാനാ പറഞ്ഞത്. നീ പറഞ്ഞത് മുഴുവനാ വിളിച്ചാള് കേട്ട്. നീ പറഞ്ഞ കേട്ടാണോല്ലോ. ഹലോ. അതെ അതെ, ജോബാണ്. അയ്യോ, അങ്ങനെയൊന്നും പറയല്ലേ. ശരി 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 ശരി, വരും, വന്നിരിക്കും. ഓക്കെ, ശരി ശരി ശരി. എന്നാ പിടിച്ചേ. എന്റെ അമ്മേ, എന്തിയടാ? എടാ, നമ്മളാ കുരിശുപള്ളിയുടെ ബാക്കിലെ ദേവസിക്കുട്ടിയുടെ വീട്ടിലെ പുറകിലൊരു റൂമിന് തട്ടടിച്ചില്ലേ? അടിച്ചു പോന്നിട്ട് 1.5 മാസമായല്ലോ. ഇപ്പൊ ആ തട്ട് പൊളിഞ്ഞു വീണ അയാളുടെ 2 ആട് ചത്തന്ന്. അപ്പനിപ്പ എന്ത് ചെയ്യും? നീ ഒരു പണി, ആ നമ്പർ നോട്ട് ചെയ്ത് വെച്ചു. ഞാനാ? എന്തിന്? എടാ, ഇനി ആ ദേവസിക്കുട്ടി വിളിച്ചാ നീ ഫോൺ എടുക്കണ്ട. ഒരാഴ്ച കഴിയുമ്പോ അവന്റെ ദേഷ്യം മാറിക്കോളും. അപ്പൊ എന്ത് പറയണോന്ന് നമുക്ക് അപ്പൊ തീരുമാനിക്കാം. ഇതാരണാവോ? ഹലോ, സാറായിരുന്ന? സാറേ ഞാൻ വരാം. ദേ നാളെ കഴിഞ്ഞ് ഞാൻ അവിടെ ഉണ്ട് സാറേ. സാറ് ധൈര്യമായിട്ട് സിമന്റ് എടുത്തോ? കഴിഞ്ഞ ആഴ്ചല്ലേ, അത് പിന്നെ വരാൻ പറ്റിയില്ല സാറേ. ദേ മറ്റന്നാ ഞാൻ അവിടെ ഉണ്ട് സാറേ. ഓക്കെ ഓക്കെ സാറേ. അപ്പൊ നീയും പണി പഠിച്ചല്ലേ? ചെറുതായിട്ടൊക്കെ. എന്നിട്ടാണ് നീ എന്നെ. സമയത്താടാ 4:30 ആയില്ല. മാസം 5 ആയില്ലേ? കൈയും കാലും മുഖമൊക്കെ കഴുകി വരുമ്പോഴേക്ക് 5 ആയിക്കോളും. അതെ, അപ്പൊ ഇന്നത്തെ പണി നിർത്തണ? പിന്നല്ലാണ്ട് ഇതൊക്കെ ആരെ കൊണ്ട് പറ്റുമോ നീ പറയണം. അതെ, രാവിലെ 11:30 മണിക്കാണ് വന്നത്. വന്നേ. എടാ, അത് നമുക്ക് വേറൊരു ദിവസം 7 മണിക്ക് തുടങ്ങാം.
വേറെ ദിവസം 5 മണി എന്നുള്ളത് 6 മണിക്ക് നിർത്താം പോരെ? ഒന്ന് പോടാ അവിടെ നിന്ന്. എടാ ഈ ജോബ് പണിക്കിറങ്ങിയ കാലം മുതലുള്ള ശീലമാണ്. രാവിലെ 8 മണിക്ക് വന്നാലും 10 മണിക്ക് വന്നാലും 11:30 വന്നാലും എപ്പ വന്നാലും കൃത്യം 5 മണിക്ക് പണി നിർത്തിയിരിക്കും. അതെല്ലാവരും പറയണത്. ആ ജോബ് നല്ല പണിക്കാരനൊക്കെ തന്നെയാ, പക്ഷെ പണി ചെയ്ത് കിട്ടാനാ ബുദ്ധിമുട്ടുന്നു. ഇതാണ് അത്ര വലിയ കാര്യം. ഇപ്പൊ റെഡിയാ നോക്കിയേ. ആ പ്രകാശനും വേലായുധനും ശശിയൊന്നും പണി നിർത്തിയിട്ടില്ല. എടാ നീ നിന്റെ പണി നോക്കടാ. പണിക്കാർക്ക് അപമാനം ഉണ്ടാക്കാൻ വേണ്ടി ഇറങ്ങിയൊക്കെയാണ് അവന്മാര്. രാവിലെ 8 മണിക്ക് എന്ന് പറഞ്ഞാൽ കൃത്യം 8 മണിക്ക് വരും. വൈകുന്നേരം 5 മണി എന്നുള്ളത് 5:30 6 മണി വരെ പണി. ഇതൊക്കെ ആരെ കൊണ്ട് പറ്റൂടാ? നീ പോയി റെഡിയാ നോക്കി. അല്ല പിന്നെ മനുഷ്യന് എങ്ങനെ പണിയെടുക്കാതെ ജീവിക്കാന്ന് ആലോചിക്കുമ്പോഴാ എന്റെ പണികളെ വേണ്ടി വേറെ കുറെ പണിക്കാർ ഇറങ്ങിയാണത്. നിർത്തിയിട്ട് പോടാ. അല്ല ജോബേ, നീ ഡ്രസ് മാറല്ലേ? പിന്നെ പെണ്ണ് കാണാൻ പോയല്ലേ? എടാ വീട്ടിലേക്കല്ലേ പോണത്? സൂപ്പർവൈസർ വരുന്നുണ്ടല്ലോ. എന്റെ പൊന്നെ പൂർത്തിയായി. നിങ്ങൾ ജോലി നിർത്തി ഇറങ്ങിയ? അതെന്താ സാറേ അങ്ങനെ ചോദിച്ചത്? മണി 5 ആയതൊന്നും അറിഞ്ഞില്ലേ? എന്റെ ചേട്ടാ, 5 എന്ന് പറഞ്ഞാൽ കൃത്യം 5-ന് പണി നിർത്തിക്കോ. അല്ലാതെ 5 മണിക്ക് നിങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങണമെങ്കിലേ ഒരു 4:30 പണി നിർത്തിയിട്ടുണ്ടാവണല്ലോ. പോരാത്തിന് നിങ്ങൾ ഇന്ന് രാവിലെ എത്ര മണിക്കാ പണിക്ക് വന്നത്? 8 മണിക്ക് ഇവിടെ പണിക്ക് കയറേണ്ടത്. നിങ്ങൾ വരുന്നതോ 10 മണിക്കും 11 മണിക്കും. ഇന്ന് രാവിലെ ഞാൻ ഈ സൈറ്റിൽ നിന്ന് മുമ്പ് സമയം 10:45 കഴിഞ്ഞു. അപ്പോഴും നിങ്ങൾ ഇവിടെ വന്നിട്ടില്ല. എന്റെ സാറേ, ഈ മണിക്കൂറിനും അരമണിക്കൂറിനൊക്കെ കണക്ക് പറയാൻ സാറിന് നാണാവില്ലേ? ഒരുമാതിരി ലോക്കൽ മേസ്ത്രിമാരെ പോലെ. ഒന്നുമില്ലെങ്കിൽ സാർ അറിയപ്പെടുന്ന ഒരു കൺസ്ട്രക്ഷൻ കമ്പനിയുടെ സൂപ്പർവൈസർ അല്ലേ? എന്നിട്ട് ഒരു ഏറ്റെടുക്കുന്ന പണി നല്ല രീതിയിൽ നടത്തിയാലേ കമ്പനി ഉള്ളൂ. കമ്പനി ഉണ്ടെങ്കിലേ കമ്പനിക്ക് സൂപ്പർവൈസറിന്റെയും പണിക്കാരുടെയൊക്കെ ആവശ്യമുള്ളൂ. അത് ന്യായം. പണി നല്ല രീതിയിൽ നടക്കുന്നുണ്ടോ എന്ന് മാത്രം നോക്കിയാ പോരെ? അതെ, ആ കാര്യത്തില് ഞങ്ങൾ ഒരു കുഴപ്പമുണ്ടാക്കാറില്ല. അത് പറഞ്ഞപ്പോഴാ ഓർത്ത്, ആ പുറകോശത്തെ അടുക്കള ഭാഗത്ത് ഭിത്തിയില്ലേ, അത് ഫുള്ള് തേച്ച് കഴിഞ്ഞു. അത് തീർക്കാലോ. നാളെ കഴിഞ്ഞ് മറ്റന്നാൾ അത് തീരുമല്ലോ. അത് കഴിഞ്ഞിട്ട് മോളിൽ കയറാം. മറ്റന്നാളോ? എന്റെ ചേട്ടൻ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ഇതന്നെയല്ലേ പറഞ്ഞോണ്ടിരിക്കണേ. ഇങ്ങനെ പോയാൽ നിങ്ങളുടെ കാര്യത്തിലേ ഒന്ന് ആലോചിച്ചിട്ട് നാളെ മുതൽ പണിക്കെടുത്തിയാൽ മതി ഓഫീസിൽ നിന്ന് പറഞ്ഞേക്കണേ. എന്തോ ഏതാ ഓഫീസ്? എടയക്കാ, അല്ലെങ്കിൽ തന്നെ ഒരു കമ്പനിയുടെ ഒരാളുടെ കീഴിൽ പണിയെടുക്കാൻ എനിക്ക് ഇഷ്ടമല്ല. ഇത് പിന്നെ നിങ്ങൾ വിളിച്ചോണ്ട്, അതായത് കമ്പനി നേരിട്ട് വിളിച്ചോണ്ടാ ഈ ജോബ് പണിക്ക് വന്നത്. ഇവിടെ വെച്ച് നിർത്തിയ ജോബ് ഇവിടത്തെ പണി അല്ല. നിന്റെ ഒരു ആഫീസും സാറും ആ സാറുമാരോട് പറഞ്ഞേരെ, അവര് പറയണത് കേട്ട് അവരുടെ ജോലിപ്പണിക്ക് നിൽക്കാൻ ഈ ജോബിനെ കിട്ടൂലെന്ന്. ജോബിനെ പണിക്ക് വിളിക്കാനായിട്ടേ നാട്ടിലെ ആൾക്കാർ ക്യൂ നിൽക്കുക. ക്യൂ അറിയാമടാ സൂപ്പർവൈസറെ. അല്ല ജോബേട്ടാ, ഞാൻ പറയുന്നു കേക്ക്. വേണ്ട വേണ്ട, ഒന്നും പറയണ്ട. എന്റെ കണക്ക് ഇന്ന് ഇവിടെ സെറ്റിൽ ചെയ്യണം. നാളെ ഞാൻ ഓഫീസിലേക്ക് വരും. ഇന്നത്തേതും കൂട്ടി 13.5 ടച്ച് ആ പണം എനിക്ക് കിട്ടണം. അല്ല അപ്പൊ എന്റെ കാശ് ഇവന്റെ. അല്ലെങ്കിൽ ഈ ജോബ് ആരാണെന്ന് നിങ്ങൾ അറിയും. മനസ്സിലാടാ? തനിക്കു ശേഷം എന്തു സംഭവിക്കുമെന്ന് പറയാൻ ആർക്കും സാധിക്കുകയില്ല. വരാനിരിക്കുന്നത് ആരും അറിയുന്നില്ല. എങ്കിലും ഭോഷൻ അതിഭാഷണം ചെയ്യുന്നു. സഭാപ്രസംഗകൻ 10-ാം അധ്യായം 14-ാം വാക്യം. എന്റെ അടുത്താ കളി. എന്ത് നോക്കിക്കടാ വാടാ സൂപ്പർവൈസറും. സോളാർ വിവാദം ചൂടുപിടിക്കുന്നു. മഴവെള്ളക്കെടുതി. സോളാറിന്റെ ചൂടും മഴവെള്ളത്തിന്റെ തണുപ്പും. നമ്മുടെ കേരളം രക്ഷപ്പെടും. നോക്കിയേ, സോളമനാ. കൊറേ നാളായില്ല കണ്ടിട്ട്. ഞാനിവിടെയൊക്കെ ഉണ്ട്. നിങ്ങൾ പണിയെടുക്കണടുത്ത് വന്നിട്ട് നിങ്ങളുടെ പണിക്ക് എന്തിനാ തടസ്സം ഉണ്ടാക്കണേന്ന് കരുതിയിട്ടാ ഞാൻ ഇങ്ങോട്ട് വരാതിരുന്നു. അല്ല വേറെ ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ. എന്ത് ബുദ്ധിമുട്ട്? ഇവിടെ ഞങ്ങക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ല. കൂലിയെല്ലാം കൃത്യമായിട്ട് കിട്ടുന്നില്ലേ? പിന്നെ അതൊക്കെ ഇന്നും വൈകിട്ട് 5 മണിക്ക് അളിയൻ കൊണ്ട് വരാറുണ്ട്. പിന്നെ സോളമ, പണിക്ക് ഒരു തടസ്സം ഉണ്ടാവില്ല. ഇടയ്ക്കൊക്കെ ഇങ്ങോട്ട് വരണം. നമ്മക്ക് എന്തെങ്കിലുമൊക്കെ സംസാരിച്ചിരിക്കാന്നേ. അതായത് ഇവിടെ പണിയെടുത്തോണ്ടിരിക്കുന്ന നിങ്ങളുടെ അടുത്ത് ഇല്ലാത്ത കാശുണ്ടാക്കി ഉള്ളത് മുഴുവൻ വിറ്റുപെറുക്കി
ഈ വീട് പണിയുന്ന ഞാൻ എനിക്കുള്ള പണി കളഞ്ഞിട്ട് ഇവിടെ വന്ന് നിങ്ങളോടൊപ്പം വർത്താനം പറഞ്ഞിരിക്കണം അല്ലേ? ആന്താ സോളമാ ഇങ്ങനെയൊക്കെ പറയണത്? ദേഷ്യത്തിലാണ്. ഇങ്ങനെ പറഞ്ഞതാണല്ലേ കുഴപ്പം? അല്ല, ഞാൻ അറിയാൻ പാടില്ല, എനിക്ക് ചോദിക്കുക, നീയൊക്കെ ഇവിടെ എന്തെടുക്കായിരുന്നു ഇത്ര നാള്? എടാ, എത്ര നാളായിട്ട് ഈ പണി തുടങ്ങിയിട്ട്? ഇന്ന് തീരും, നാളെ തീരും, മറ്റന്നാൾ തീരും എന്നൊക്കെ പറഞ്ഞിട്ട് നീയൊക്കെ എന്ത് ഇത് പഞ്ചവത്സര പദ്ധതിയാക്കാനുള്ള പരിപാടിയാ? നിങ്ങളുടെ ജോലി എന്തു തന്നെയായിരുന്നാലും മനുഷ്യനെയല്ല ദൈവത്തെ സേവിക്കുന്നത് പോലെ ഹൃദയ പരമാർത്ഥതയോടെ ചെയ്യുവിൻ. കൊളോസോസ് 3-ാം അധ്യായം 23-ാം വാക്യം. രണ്ടിലൊന്ന് ഇന്ന് തീരുമാനിക്കണം. എന്ത് എന്നീ പണി തീർക്കാൻ പറ്റും? അത് പിന്നെ 3, 5, 8 2 ആഴ്ച കൊണ്ട് എടുക്കും. നീ എന്താ ആളക്കളിയാക്കണം? 2 ആഴ്ച കൊണ്ട് തീരേണ്ട പണി ഇതിപ്പോ വല്ലപ്പോഴും വന്ന് 3-4 ദിവസം വർക്ക് ചെയ്യും. ഇതിപ്പോ ദിവസം എത്രേ? അങ്ങനെ വന്നിപ്പോ 35 ദിവസത്തോളം ഇല്ലേ വർക്ക് ചെയ്യണം നിങ്ങൾ? 35? ആണോടാ? ആണോ? മനുഷ്യനിട്ട് കുരങ്ങ് കളിപ്പിക്കരുത്. എനിക്കിവിടെ പണം കായ്ക്കുന്ന മരമൊന്നുമില്ല. ഒരു 3 ദിവസം കൊണ്ട് ഇവിടുത്തെ സകല പണിയും ഭിത്തിപ്പൊക്കെ അടക്കം തീർത്തോളണം. അല്ലെങ്കിൽ എന്റെ തനി സ്വഭാവം അറിയും. മനസ്സിലായടാ? എന്താ ഭീഷണിയാണോ? അതെ. ആണെങ്കിൽ നിനക്ക് എന്ത് ചെയ്യാൻ പറ്റും? മതി, നിർത്തി. ഇവിടത്തെ പണിയാ നിർത്തി. എന്റെ കണക്ക് മൊത്തം തീർത്തര്. അടിമപ്പണി ചെയ്യേണ്ട ഗതികേടൊന്നേ ദൈവം സഹായിച്ച് ജോബിനില്ല. അല്ല, നീ പറഞ്ഞ എനിക്ക് മനസ്സിലായില്ല. കണക്കോ? എന്ത് കണക്ക്? എന്നും പണി കഴിയുമ്പോ തന്നെ, അല്ല കഴിയാനായിട്ട് പണി എടുത്തിട്ട് വേണ്ടേ? കൃത്യമായിട്ട് എന്റെ അളിയന്റെ കയ്യിൽ നിന്ന് പണം മേടിച്ചിട്ട് ഇപ്പൊ പണം തരാനോ? ഇവിടെ ബാക്കി പണി ചെയ്യാനായിട്ടേ ഞാൻ പുറത്തുനിന്ന് നല്ല അന്തസ്സുള്ള പണിക്കാരെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. എങ്കിലാന്ന് കാണണമല്ലോ. എന്റെ ബാക്കി പണം എനിക്ക് ഇപ്പൊ കിട്ടണം. കണക്ക് പറഞ്ഞു കഴിഞ്ഞാ ബാക്കി 10,000-2,000 രൂപ നീ എനിക്ക് ഇങ്ങോട്ട് തരാനുള്ളത്. ആ പണം എനിക്ക് തന്നില്ലെങ്കിലും വേണ്ട, നീ ഇവിടെ നിന്ന് പോയി തന്നാ മതി. എന്നാ കാണാം. കാണാടാ, കാണാം. എന്ത് നോക്കിക്കട കഴുതേണ്ടത് കാണാം. പണി ഞാൻ തരാം. അതെ, നമ്മളവിടത്തെ പണി കളയണ്ടായിരുന്നു. ഒന്ന് പാടായിരുന്നു. ഒരു പണി പോയാൽ 100 പണി കിട്ടും വേറെ. അവൻ പറഞ്ഞത് ശരിയാ. കണക്ക് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 12,500 അങ്ങോട്ട് കൊടുക്കണമെന്ന്. ശരിക്കും 3,000 ചില്ലാൻ രൂപ കൊടുക്കേണ്ടി വരും. അങ്ങനെ നോക്കുമ്പോ ആ പണി പോയി നന്നായി. നമ്മളിവിടെ സൺഷൈഡ് പക്കം വരെ പണിതിട്ട് പോയതല്ലേ, മോളോട്ട് താര് പണിത്? അതെ, നമ്മളിവിടെ ഇന്ന് വരാൻ നാളെ വരാന്നും പറഞ്ഞ അവധിക്ക് വെച്ചതല്ലേ. അവരിതേ ആമ്പിള്ളേരെ വിളിച്ച് സൺഷൈഡും മാർക്കയുടെ മുകളിലേക്കുള്ള പണിയും കഴിച്ചു. അപ്പൊ അതും പോയി. പോയത് പോട്ടെ, തിരിച്ചു പിടിക്കാം. അതെ, 1 മണിക്കൂർ ഇവിടെ തട്ടിയും മുട്ടി നിന്നുണ്ടെങ്കിൽ കുറച്ച് കാശ് വെച്ചിട്ട് പോവാം. എടാ ജോബെ, നിന്നെ എത്ര ദിവസമാണ് ഞാൻ നോക്കിയേക്കുന്നത്? എവിടെയൊക്കെ നിന്നെ അന്വേഷിച്ചെന്നറിയാമോ? എന്തായാലും ഞാൻ വന്നില്ലേ ചേട്ടാ. ചേട്ടാ, ഈ ജോബ് ഒരു വാക്ക് പറഞ്ഞ വാക്കാണ് എന്ന് പറഞ്ഞ കാര്യമായ ജോബ് നമുക്ക് തീർക്കണ്ടേ? നമുക്ക് തീർക്കാലോ. ചേട്ടാ, ഈ തട്ടിന് മുട്ട് കൊടുത്തോണ്ട് എന്തൊരു കംപ്ലൈന്റ് ഉണ്ട് കേട്ടോ. നോക്കട്ടെ ഈ വഴി. ഞാനൊന്ന് മോളിൽ കയറിയിട്ട് വരാട്ടാ. അതെ, ഞാനും ഞാൻ നോക്കിക്കോളാം. വേണ്ടാന്ന് പറഞ്ഞില്ലേ? ഈ തട്ട് പൊളിച്ചു കഴിഞ്ഞിട്ട് തേപ്പ് തീർക്കാതെ ദയവായിരുന്നു നിങ്ങൾ വേറെ അടുത്ത് പണിക്ക് പോകരുത്. അതൊക്കെ നമ്മൾ ഏറ്റുകേട്ടാ. സാറേ ഒന്ന് നിക്കണം സാറേ. എന്തേടാ സാറേ, ഞാൻ ആ ജോബിന്റെ കൂടെ പണിക്ക് വന്നാ സാറേ. മനസ്സിലായടാ? അവനെന്തേടാ? ഞാൻ അവനൊന്ന് കാണാതിരിക്കുക. സാറേ, ജോബ് നിലപ്പുറത്തുനിന്ന് വീണു. സാമ്പത്തികമായിട്ട് ഇത്തിരി ടൈറ്റിലാ, ഒന്ന് സഹായിക്കണം. എന്നെ കൊണ്ടൊന്നും പറയിക്കരുത്. എന്റെ വീട് മുഴുവനും കുത്തിപ്പൊളിച്ചിട്ടിട്ട് കിടന്നുറങ്ങാൻ പറ്റാത്ത പരുവത്തിലാക്കിയിട്ടിരിക്കുക. അവൻ നിലപ്പുറത്തുനിന്നല്ല വീഴേണ്ടത്. അവന് സാമ്പത്തിക സഹായം ചോദിക്കാൻ വന്ന നിന്നെ എവിടെയെന്ന് വെച്ചാൽ അവിടെ ഇട്ടടിക്കും ഞാൻ. മനസ്സിലായടാ? വെള്ളിയുടെ മാറ്റ് മൂശയിലൂടെയും സ്വർണത്തിന്റെ മാറ്റ് ചൂളയിലൂടെയും എന്ന പോലെ മനുഷ്യന്റെ മാറ്റ് അവന് ലഭിക്കുന്ന പ്രശംസയിലൂടെ നിർണയിക്കപ്പെടുന്നു. സുഭാഷിതങ്ങൾ 27-ാം അധ്യായം 21-ാം വാക്യം.
സാറേ അങ്ങനെ പറയരുത് സാർ. പിന്നെ എങ്ങനെയാണാ പറയണ്ടേ? എന്റെ വീട് നീയൊക്കെ കൂടി നശിപ്പിച്ചിട്ടിരിക്കല്ലേ? ഞാനിപ്പോ കുടുംബമായിട്ട് വാടകയ്ക്കാണ് കഴിയണേ. ഞാൻ ഈ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയാൽ നിന്നെ കൊല്ലും ഞാൻ. പോടാർന്ന്. ഹലോ ഗോമ സാറേ, അതെ ഞാൻ ആ ജോബിന്റെ കാര്യം പറയാൻ വേണ്ടി വിളിച്ചതാ. അതിപ്പോ എനിക്കെന്ത് ചെയ്യാൻ പറ്റും സുധി? നീ ഒന്ന് ഓഫീസിൽ വിളിച്ച് സംസാരിക്കും. പിന്നെ ഓഫീസിൽ വിളിച്ചിട്ടും കാര്യം ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ആ രീതിയിലാണല്ലോ പുള്ളി വർക്ക് സൈറ്റിലെല്ലാം ചെയ്തു വെച്ചിരിക്കുന്നത്. സാറേ വലിയ കഷ്ടത്തിലാ സാറേ, എങ്ങനെയെങ്കിലും സഹായിക്കണം സാറേ. പിന്നെ എനിക്ക് സാലറി കിട്ടുമ്പോൾ ഞാൻ വേണമെങ്കിൽ പേഴ്സണലായിട്ടൊന്ന് ഹെൽപ്പ് ചെയ്യാം. ഇതും പറഞ്ഞ് ഞാൻ എത്ര പ്രാവശ്യം നിങ്ങൾക്ക് പണം തന്നു? ഇനി എൻ്റെ അടുത്ത് തരാൻ പണമില്ല. പ്ലീസ് എന്നെ ഇനി വിളിക്കരുത്. എന്റെ ജോബേ, സഹായം ചോദിച്ച് ഇനി വിളിക്കാൻ എന്റെ പരിചയത്തിൽ ആരുമില്ലടാ. എല്ലാവരും നിന്റെ പേര് കേൾക്കുമ്പോ തന്നെ എന്നെ ആട്ടിപ്പായിക്കണ്ട. വേണ്ടടാ, ഇനി ആരെയും വിളിക്കണ്ട. എല്ലാം ഞാൻ ചെയ്ത പ്രവൃത്തിയുടെ ഫലം. എല്ലാവരെയും പറ്റിക്കാനും കളിപ്പിക്കാനും നടന്നപ്പോ ഞാൻ വിചാരിച്ചില്ല എനിക്ക് ഇങ്ങനെ ഒരു ഹലോ സാറേ, അതെ ഞാനാ സെബിയ. ഞാനൊരു 11 മണിക്ക് എത്താം സാറേ. ശരി, തുടങ്ങാം സാറേ. ഓക്കെ. നീ പോവുകയാണോടാ? കുറച്ച് കഴിഞ്ഞ് പോയാ പോരെ? ഇല്ലേ ജോബേ, ഇപ്പൊ തന്നെ 10 മണി കഴിഞ്ഞു. നീ കേട്ടില്ലേ ഞാൻ 11 മണിക്ക് ചെല്ലാന്ന് പറഞ്ഞത്? ഇനി എന്റെ ലൈഫിൽ ഞാൻ കള്ളത്തരം കാണിക്കില്ല, ആരെയും പറ്റിക്കുകയില്ല. ഒരു വാക്ക് പറഞ്ഞാ അത് കൃത്യമായിട്ട് പാലിച്ചിരിക്കും. അല്ലെങ്കിൽ ഇതുപോലെ അവസ്ഥ നാളെ എനിക്ക് വന്നാ കണ്ടില്ലേ? ഞാൻ പോട്ടറാ, വൈകിട്ട് വരാം. നീ അല്പേരം ഉറങ്ങിക്കോ. ദൈവത്തിൽ വിശ്വാസമർപ്പിച്ച് നന്മ ചെയ്യുക. അപ്പോൾ ഭൂമിയിൽ സുരക്ഷിതനായി വസിക്കാം. കർത്താവിൽ ആനന്ദിക്കുക, അവിടുന്ന് നിന്റെ ആഗ്രഹങ്ങൾ സാധിച്ചു തരും. സങ്കീർത്തനങ്ങൾ 37 അധ്യായം 3-4 വാക്യങ്ങൾ. വചനം വചനം ദൈവത്തിൻ വചനം, നന്മകൾ ചെയ്യാനറിയൂ വചനം. വചനമറിഞ്ഞാൽ ആത്മാവുണരും ഹൃത്തിൽ. വചനം വചനം ദൈവത്തിൻ വചനം, വചനം വചനം ദൈവത്തിൻ വചനം.